യുവതിയുടെ ശരീരം പരിശോധിച്ച ഡോക്ടർ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. കാരണം ആ ആശുപത്രിയിൽ എത്തുന്നോടം വരെ യുവതിക്ക് ഒരടി പോലും നടക്കാൻ വയ്യാതെയായിരുന്നു വന്നത്. തൻ്റെ മാതാപിതാക്കൾ ഓട്ടോയിൽ കയറ്റി സ്ട്രക്ചറിൽ കിടത്തിയായിരുന്നു പരിശോധനാ മുറിയിലേക്ക് യുവതി കടന്നു വന്നിരുന്നത്. അസഹ്യമായ തലവേദനയും നടക്കാൻ കഴിയാത്തൊരവസ്ഥയുമായിരുന്നു യുവതിക്ക്. ഒരുപാട് ആശുപത്രികളിൽ പോയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലാത്തതിനാലാണ് ഏറ്റവും ഒടുവിൽ ഈയൊരു ആശുപത്രിയിലെത്തിയത്. ഒരുപാട് ആശുപത്രിയിൽ കാണിച്ചിരുന്നെങ്കിലും എന്താണ് യുവതിക്ക് സംഭവിച്ചത്, എന്തൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്ന് ഒരു ഡോക്ടറിനും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും അവസാനമാണ് തലയിൽ സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് യുവതിയുടെ തലച്ചോറിൽ എന്തോ പാട പോലെ കെട്ടി നിൽക്കുന്നു. അതിവിദഗ്ധമായ സ്കാനിങ്ങിലൂടെയാണ് മനസ്സിലായത് എന്തോ നേർത്ത നാരുകൾ പോലെയാണ് തലച്ചോറിനിടയിൽ കാണപ്പെട്ടത്. ഏറ്റവും അവസാനത്തെ അന്വേഷണത്തിലൊടുവിലാണ് ഇതൊരു പൂച്ചയുടെ രോമമാണെന്ന് മനസ്സിലായത്. പിന്നീട് യുവതിയുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ ഡോക്ടർ തിരക്കുകയുണ്ടായിരുന്നു. യുവതിയുടെ ചെറുപ്പകാലം മുതലേ വീട്ടിൽ പൂച്ചയെ വളർത്തുന്ന സ്വഭാവമുണ്ടായിരുന്നു. അതായത് ഏകദേശം 8 വയസ്സ് മുതൽ 21 വയസ്സ് വരെയായിരുന്നു ഈയൊരു കാലാവധി. ഈ പൂച്ച യുവതിയുടെ കൂടെ കിടന്നുറങ്ങുകയും പൂച്ചയെ യുവതി എടുക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതുമൂലം പൂച്ചയുടെ രോമം യുവതിയുടെ വായിൽ കയറുന്നൊരവസ്ഥയായിരുന്നു. വായിലൂടെ തലച്ചോറിലെത്തി അതിവേഗത്തിൽ തലച്ചോറിലെ നാഡീഞരമ്പുകളെ ബാധിക്കുകയും യുവതിയെ ഇത് കാര്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ വീട്ടിലേക്ക് ഒരു പൂച്ചയെ ആദ്യമായി കൊണ്ടുവരുന്നത് യുവതിയുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഇവരെ രണ്ടുപേരെയും കുറ്റം പറയുന്നത്. മൃഗങ്ങളെ സ്നേഹിക്കുന്നതും താലോലിക്കുന്നതും വളർത്തുന്നതുമെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മൃഗങ്ങളെ ഒരിക്കലും നമ്മുടെ കൂടെ കിടത്തുകയോ മൃഗങ്ങളെ ചുംബിക്കാനോ പാടില്ല. അതായത് ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അവയുടെ ഉള്ളിലുള്ള ചില കീടാണുക്കളും മറ്റു രോഗങ്ങളും നമ്മളിലേക്ക് പകരുന്നതും. അതുകൂടാതെ അവയുടെ രോമങ്ങൾ നമ്മുടെ ശരീരത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം ഈയൊരു രോഗത്തിൻ്റെ ലക്ഷണം കാണിച്ചത് ചെറിയ ശ്വാസം മുട്ടലും ചെറിയ തലവേദനയും മാത്രമായിരുന്നു. തലവേദനക്കുള്ള മരുന്നും ശ്വാസം മുട്ടലിനുള്ള മരുന്നും മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേന് ഈ അസുഖം കുറഞ്ഞു കിട്ടും. പക്ഷേ ഇത് വീണ്ടും തലച്ചോറിനുള്ളിൽ കിടന്ന് ഇൻഫെക്ഷനായി പനി, ഛർദി, തലവേദന, തുമ്മൽ, നടക്കാൻ വയ്യായ്ക എന്നിവയായി മാറുന്നു. ഏറ്റവും ഒടുവിൽ 2 വർഷത്തെ കോമ സ്റ്റേജിനൊടുവിലാണ് ഈ യുവതി പതിയെ സംസാരിച്ചു തുടങ്ങുന്നതും കുറച്ചു ദൂരം നടന്നു തുടങ്ങുന്നതും. വളരെ റെയറായിട്ടുള്ള കേസുകളിലാണ് കോമ സ്റ്റേജിൽ കിടന്നൊരു വ്യക്തി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുന്നത്. സാധാരണ ഇങ്ങനെയൊരു കേസുകളിൽ രക്ഷപ്പെട്ടു പോരുന്നത് വളരെ കുറവാണ്. തലച്ചോറിനെ ബാധിക്കുന്ന ഇത്തരം അസുഖങ്ങൾ പലപ്പോഴും മനുഷ്യരെ തന്നെ ഇല്ലായ്മ ചെയ്യാറുണ്ട്. മുതിർന്നവരെ കഴിഞ്ഞും കൂടുതൽ ഇത് പിടിപെടുന്നത് കുട്ടികളിലാണ്. കാരണം കുട്ടികളാണ് ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത്. പൂച്ചയെ എന്ന പോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും ആരും ആലോലിക്കാനും സ്നേഹിക്കാനും ചുംബിക്കാനും പോകരുത്. കാരണം അവയ്ക്ക് നമ്മളെ തന്നെ തകർത്ത് കളയാനുള്ള അതിവിദഗ്ധമായൊരു ശേഷിയുണ്ട്. ഒരുപാട് മരണങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും തലച്ചോറിനെ ബാധിക്കുന്ന രോഗമായി എഴുതി ഈ ഡോക്ടർമാർ ഈ കേസുകളങ്ങ് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ലോകം മൊത്തം അറിയപ്പെടാതെ പോകുന്നൊരു കേസായി മാറുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ പൂച്ച പോലുള്ള മൃഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. ഇത് വലിയൊരു ആപത്തിലേക്കായിരിക്കും നയിക്കുന്നത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഓരോ ജീവനും വിലപ്പെട്ടതാണ്.